അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഐസോമർസത്തിലെ പൊസിഷൻ ഐസോമർസം ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷണൽ ഐസോമർസം ആണ്. ഫങ്ഷണൽ ഐസോമർസം അതായത് ടു ഓർ മോർ കോമ്പൗണ്ട്സ് വിത്ത് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആർ കോൾഡ് ഫങ്ഷണൽ ഐസോമർസം ആൻഡ് ദിസ് ഫിനോമിന ഈസ് കോൾഡ് ഫങ്ഷണൽ ഐസോമർസം. അതായത് ഒന്നുമില്ല, ഇപ്പം ഈതേൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിനെ ഫങ്ഷണൽ ഐസോമർസം എന്ന് പറയും. അതായത് CH3 CH2 എന്ന് പറയുന്ന ഈതൈൻ ഗ്രൂപ്പ്. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ആരിടാം? ആൽക്കഹോൾ ഗ്രൂപ്പ് ആഡ് ചെയ്യാം. ഞാൻ അതെങ്ങനെ വെക്കും? CH3 CH2 OH എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഐസോമർസമായി. ദെൻ ഇതിനെ തന്നെ ഞാൻ ഈ സെയിം കോമ്പൗണ്ടിനെ തന്നെ എനിക്ക് വേറെ ഏത് രീതിയിൽ എഴുതാം? CH3 എന്നും എഴുതാം. സെയിം തന്നെയാ. ഇവിടുത്തെ ഈ വന്ന എച്ചിനെ ഇങ്ങോട്ട് ആഡ് ചെയ്തപ്പോൾ അതെന്ന് H3 ആയി. ദെൻ O നടുക്കത്തി. ഇതിപ്പോൾ വേറെ, അതായത് ഇവിടെ ഞാൻ ആഡ് ചെയ്ത ആൽക്കഹോളാണ്, പക്ഷെ ഇതിപ്പോൾ ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഈതർ ഫോമിലാണ് കിടക്കുന്നത് അല്ലേ? ഈതർ ഫോം അല്ലേ? ആണ്, ഈതർ ഫോമിലാണ് അത് കിടക്കുന്നത്. സോ ഇങ്ങനെ വരുന്ന, അതായത് ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ച് ഡിനോട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഫങ്ഷണൽ ഐസോമർസം എന്ന് പറയുന്നത്. ഇത് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കേണ്ട. അതിൻ്റെ എത്ര തരത്തിലുള്ള ഐസോമർസം ആണ് എന്ന് മാത്രം ഓർക്കുന്നത്. ദെൻ അടുത്തതാണ് മെറ്റാമർസം എന്താ? It arises due to unequal distribution of alkyl group on either side of the functional group. അതായത് അവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റും റൈറ്റും അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നടക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചാൽ, എക്സാമ്പിൾ CH3OC3H7 ഇങ്ങനെ. ഇപ്പൊ നോക്കി, ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മുടെ ഈതറ O അല്ലെ? അതിന്റെ ലെഫ്റ്റും റൈറ്റും നോക്കി, ഒരിടത്ത് CH3യും ഒരിടത്ത് C3H7ഉം. കാരണം രണ്ടും, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പ് വായിച്ചു. അപ്പൊ അൺഈക്വൽ ആയിട്ടാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? It arises due to unequal distribution of alkyl group on either side of the functional group. The number of isomers increases with number of carbon atom. Butane with 4 carbon atom has 2 isomers. Hence, hexane has 5 isomers. And organic compound having formula C21H44 has a million of isomers. അതായത് അവരൊരു കാര്യം പറഞ്ഞേക്കാം. അതായത് എന്താണ്, നമ്മുടെ നമ്പർ ഓഫ് ഐസോമർസം ഇൻക്രീസസ് വിത്ത് നമ്പർ ഓഫ് കാർബൺ ആറ്റം. അതായത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുന്ന പോലെ തന്നെ ഐസോമർസത്തിന്റെയും നമ്പർ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ബ്യൂട്ടൈന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 4 കാർബൺ ആണ്. 4 കാർബൺ ആയതുകൊണ്ട് അവർക്ക് 2 ഐസോമേഴ്സ് ആണ് പോസിബിൾ ആകുക. ഹെക്സേൻ ആകുന്നതുകൊണ്ട് 6, അതിന് 5 ഐസോമേഴ്സ്. അത് നമുക്ക് ബൈഹാർട്ട് പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കാനോ പറ്റില്ല. അത് അങ്ങനെയാണ്. ചിലതിൻ്റെയൊക്കെ ഫോർമുല ഇത്ര വരും. അത് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനേ പറ്റുള്ളൂ. 4 ബ്യൂട്ടൈൻ വരുമ്പോൾ 4 അതിന് വരുന്നുണ്ട്. 4 കാർബൺ ആറ്റം ആയതുകൊണ്ട് 2 ഐസോമർസം. ഹെക്സൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ 5 ഐസോമർസമാണ് പോസിബിൾ ആകുന്നത്. ഓർഗാനിക് കോമ്പൗണ്ടിലായ C21 കാർബൺ 21 ഹൈഡ്രജൻ 44 വരുന്ന ഒരു കോമ്പൗണ്ടിന് മില്യൺ ഓഫ് ഐസോമർസമാണ് പോസിബിൾ ആണ്. സോ നമുക്കത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ളത് പറ്റുള്ളൂ, മനസ്സിലാക്കി പഠിക്കാൻ പറ്റില്ല. കാരണം അതൊരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങളാണ്, നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അവരൊരു ഒരു അവയർനെസ് തന്നിരിക്കുന്നതാണ്. ഇഷ്ടം പോലെ മില്യൺസ് ഓഫ് ഐസോമർസം പറ്റും എന്നവർ ഒരു അവയർനെസ് തന്നു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹോമലോഗസ് സീരീസ്. ഹോമലോഗസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഹോമലോഗസ് സീരീസ് എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും അല്ലെ? ഹോമലോഗസ് സീരീസ്. A homologous series is a group of organic compound having a similar structure and similar chemical properties in which successive compound differ by CH2 group. അതായത് ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഒരേ സ്ട്രക്ചർ, ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഒരേ സ്ട്രക്ചറും ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസും വരുന്നു. അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ CH2 ഒരു കാർബണും 2 ഹൈഡ്രജൻ ഗ്രൂപ്പിന്റെ ഡിഫറൻസ് അവർ തമ്മിൽ ഉണ്ടാകുകയുള്ളൂ എന്നാണ്. അത് നമുക്ക് എക്സാമ്പിളുകൾ വെച്ച് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കും. Okay, but adding CH2 group in a given hydrocarbon, another hydrocarbon with higher number of carbon atom is obtained. അതായത് ഇപ്പം A എന്ന് പറയുന്ന ഒരു ഹൈഡ്രോകാർബൺ ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട്. അതിന്റെ അകത്തോട് ഞാൻ ആഡ് ചെയ്യുന്നു CH2 ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ എയിനേക്കാൾ ഹയർ ആയിട്ടുള്ള
ഒരു ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പ് ആയിരിക്കും എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഹയർ ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പ് ആയിരിക്കും കിട്ടുക. മനസ്സിലായി? ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പ് ആയിരിക്കും കിട്ടുക. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പൊ പറയാം. മീതേൻ, നമ്മുടെ ഫസ്റ്റ് വൺ ആണ് മീതേൻ, CH4ന്റെ കൂടെ ഞാൻ CH2 ആഡ് ചെയ്ത് കഴിയുമ്പം എനിക്ക് ഒരിക്കലും CH4നേക്കാൾ ചെറിയ ഒരാളെ അല്ല കിട്ടാൻ പോകുന്നത്, എപ്പോഴും CH4നേക്കാൾ വലിയ ഒരാളെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിൽ ഞാൻ എത്ര ഇടും? CH2 ആഡ് ചെയ്യുമ്പോൾ C രണ്ടിടത്തുണ്ട്, അപ്പൊ C2 ആയി. H4ന്റെ കൂടെ H2 ആഡ് ചെയ്യുമ്പോൾ H6 ആയി. ഇനി നോക്കി, ഈ C2H6നെ എടുത്തിട്ട് ഞാൻ പിന്നെയും CH2 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? C3H8, അടുത്ത ആളെ കിട്ടി. അപ്പം നമ്മൾ CH2 ഗ്രൂപ്പ് ഡിഫറൻസിൽ വരുമ്പം അതിൽ നമ്മൾ ആഡ് ചെയ്ത് പോകുമ്പോൾ ഹയർ ഗ്രൂപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസുകളെ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. സിമിലർലി ബൈ റിമൂവിങ് CH2 ഗ്രൂപ്പ്, ഇനി ഞാൻ നോക്കി, ഞാനിപ്പം C3H8 നമ്മൾ പറഞ്ഞു, C3H8ൽ നിന്നും ഞാൻ CH2വിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലോവർ ഹൈഡ്രോ കാർബൺ ആയിരിക്കും കിട്ടുന്നത്. എത്ര? C2H6 കിട്ടും. ഇനി C2H6ൽ നിന്നും CH2 ഗ്രൂപ്പിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് തന്നെ കിട്ടും? CH4 തന്നെ കിട്ടും. കണ്ടോ? അപ്പൊ പ്ലസ് ചെയ്യുമ്പോൾ വലിയ ആൾക്കാരെയും മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ ആൾക്കാരെ ആയിരിക്കും കിട്ടുക എന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന ബേസിക് കാര്യങ്ങളാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോമോലോഗസ് സീരീസ്. ഹോമോലോഗസ് സീരീസിന്റെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്? ഈച്ച് മെമ്പർ ഓഫ് ദ സീരീസ് ഡിഫർ ഫ്രം ദ പ്രിസീഡിങ് വൺ ബൈ ദ അഡീഷൻ ഓഫ് C2H ഗ്രൂപ്പ് ആൻഡ് ബൈ ദ മോളിക്കുലർ ഫോർമുല. അതായത് മോളിക്കുലർ ഫോർമുല 14 അതൊന്നും വേണ്ട കാര്യമില്ല. 14 എങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീതൈൻ തൊട്ട് താഴോട്ടിൽ മീതൈൻ, ഈതൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വലിയ സീരീസ് ഇല്ലേ, ആ സീരീസിൽ എല്ലാ കാർബൺ ആറ്റംസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2 ആണ്. മോളിക്കുലാർ ഫോർമുല എത്രയാണ്? 14 AMU ആണ്. എങ്ങനെ ഈ 14 വന്നു വെച്ചാൽ ഒരു കാർബണിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ 12ഉം ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് 1ഉം ആണ്. അപ്പൊ CH2 ഗ്രൂപ്പ് ആണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ 12 പ്ലസ് 4 2 ഹൈഡ്രജൻ അല്ലേ, അപ്പൊ 1 into 1 എന്ന് നമുക്ക് പറയാം. 1 into അല്ലെങ്കിൽ 1 into ഇങ്ങനെ എങ്ങനെ 12 പ്ലസ് ഹൈഡ്രജൻ ഒരെണ്ണത്തിന് 1 ആണ്, പക്ഷെ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2. അപ്പം 12 പ്ലസ് 2 ഈക്വൽ ടു 14 AMU. അതായത് 12 ആണ് കാർബണിന്റെ മോളിക്കുലാർ മാസ്, ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് 1 ആണ്. അപ്പൊ മൊത്തം ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ മോളിക്കുലാർ മാസ് 14 AMU ആണ്. അണ്ടർസ്റ്റുഡ്? Then second one, all member of the homologous series share a general formula, same element and same function group. അതായത് എല്ലാം ഇപ്പൊ ഒരു സീരീസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് CH2 ഗ്രൂപ്പാണ് ആഡ് ചെയ്ത് പോകുന്നത്. കുറഞ്ഞാലും CH2 വെച്ചാൽ കുറയത്തുള്ളൂ. അങ്ങനെ കുറയുമ്പോൾ എവിടെ ഏതെടുത്തു കഴിഞ്ഞാലും എല്ലാവർക്കും ഒരേ ആള് തന്നെയാണ് ആഡ് ചെയ്തും കുറഞ്ഞും പോകുന്നത്. അതാണ് സെയിം ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സുകളും ഒരേ ഹോമോലോഗസ് സീരീസിലാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻ്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n+2. ഇനി ആൽക്കീന്റെ കേസിൽ വരുമ്പോൾ CnH2n ആണ്. അപ്പൊ ഓരോത്തിനും നമുക്ക് ഒരു ജനറൽ ഫോർമുലയുണ്ട്, അത് വെച്ചായിരിക്കും ഹോമോലോഗസ് സീരീസുകൾ പോകുന്നത്. The physical properties of the members changes gradually, that is showing gradation in properties as the number of carbon atom per molecule increases or molecular mass increases. അതായത് നമുക്കറിയാം CH4ൽ നിന്നും C2H6 ആകുന്നു. പിന്നെ അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ കാർബണിന്റെ എണ്ണം കൂടുക. കാർബണിന്റെ എണ്ണം കൂടുന്തോറും അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ സ്വഭാവങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഗ്രഡേഷൻ, ചേഞ്ച് ഉണ്ടാകും. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഡെൻസിറ്റി ഓഫ് ദ സക്സസീവ് മെമ്പേഴ്സ് ഓഫ് ദ ഹോമോലോഗസ് സീരീസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ മോളിക്കുലാർ ഫോർമുല. അതായത് മോളിക്കുലാർ മാസ് കൂടുന്നതനുസരിച്ച് മെൽറ്റിംഗ്, ബോയിലിംഗ് പോയിന്റ് ഓരോ മെമ്പറിന്റെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടുകയെന്നാണ് പറഞ്ഞത്. തൊട്ട് താഴെ നോക്കിയ എക്സാമ്പിൾ, അത് പഠിക്കേണ്ട, ജസ്റ്റ് ആ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നേ ഉള്ളൂ. ആൽക്കേൻ, മീതേൻ, ഈതേൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെൻറ്റേൻ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. മോളിക്കുലാർ മാസ്, ബോയിലിംഗ് പോയിന്റ്, ഫിസിക്കൽ സ്റ്റേറ്റ് അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ മീതൈന്റെ 16 ആണ്. 16 എങ്ങനെ വന്നു? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, CH4 ആണ്. അപ്പം കാർബൺ 12 പ്ലസ് ഹൈഡ്രജൻ എത്രയാണ്? 1 മോളിക്കുലാർ മാസ്, പക്ഷെ ഇവിടെ 4 ഉണ്ട്. 1 into 4, അപ്പൊ എത്ര കിട്ടുന്നു? 12 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 16. ഇങ്ങനെയാണ് ഓരോത്തിന്റെ വാല്യൂ കിട്ടുന്നത്. ഈതീൻ ആയപ്പോ 30 എങ്ങനെ വന്നു? ഈതീൻ C2H6 ആണ്. അപ്പം 12 പ്ലസ് 12
അല്ലെങ്കിൽ ഞാൻ വേറൊരു പേജിൽ ഇങ്ങനെ C2H6 ആണ്. അപ്പം കാർബണിന്റെ വാല്യൂ 12 ഇൻറ്റു 2 കാർബൺ പ്ലസ് 6 1 ഇൻറ്റു 6 ഇത്രയാണ്. 12 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 24 പ്ലസ് 6, 24 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 30. ഇങ്ങനെയാണ് മോളിക്കുലാർ മാസ് ഓഫ് ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെൻഡെയിൻ ഒക്കെ കിട്ടി. ഇനി അവരുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നോക്കി മൈനസ് വാല്യൂന്ന് കുറഞ്ഞ് താഴോട്ടെത്തും തോറും അതിൻ്റെ കൂടി 36.2 ഡിഗ്രി സെൽഷ്യസ് ആയി. ദെൻ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന ഗ്യാസ് ആയിരുന്നു. ഗ്യാസിൽ നിന്ന് താഴോട്ട് ഇത് ഉയരും തോറും അത് ലിക്വിഡാണ്. ലേറ്റർ ഓൺ അതെന്തായി മാറും? സോളിഡ് സ്റ്റേറ്റിലോട്ടായിട്ട് മാറുന്നു. ദെൻ ഫോർത്ത് ക്യാരക്ടർ എന്താണ്? മെമ്പർ ഓഫ് ഹോമോലോഗസ് സീരീസ് ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടി. ഹോമോലോഗസ് സീരീസിലുള്ള എല്ലാ മെമ്പർക്കും കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് ആയിരിക്കും എന്താണ് കൂടുതൽ ഗ്രഡേഷൻസുകൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ, മീഥേൻ റിയാക്ട് വിത്ത് ക്ലോറിൻ ടു ഫോം ഈഥൈൽ ക്ലോറൈഡ്. സിമിലർലി ഈഥേൻ റിയാക്ട് വിത്ത് ടു ഫോം ഈഥേൻ ഇതുപോലെ ക്ലോറിനുമായിട്ട് റിയേറ്റ് ഈഥൈൽ ക്ലോറൈഡ് കിട്ടുന്നു. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാവർക്കും എന്താണ്? സെയിം തന്നെ ആയിരിക്കും. Then അഞ്ചാമത്തെ, all the member of homologous series can be prepared by using the same general method of preparation. homologous seriesലെ എല്ലാ ആൾക്കാരെയും പ്രിപ്പയർ ചെയ്യണം, ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു മെത്തേഡ് തന്നെ ജനറലി ഫോളോ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ആൽക്കഹോൾ ആർ പ്രിപ്പയർഡ് ബൈ ആൽക്കൈൽ ഹാലൈഡ്. അതായത് ആൽക്കഹോൾ ഉപയോഗിച്ച് നമുക്ക് ആൽക്കൈൽ ഹാലൈഡുകളെ ഉണ്ടാക്കാം. ആൽക്കഹോൾ ഉപയോഗിച്ച്, ആൽക്കഹോളിന് നമുക്ക് എന്ത് വിളിക്കുന്നത്? OH. അപ്പൊ ഏതെങ്കിലും ഒരു ആൽക്കഹോളിന് പൊട്ടാസ്യം, ഇവിടെ എടുത്തിരിക്കുന്ന പൊട്ടാസ്യം ആൽക്കഹോളാണ്. ദെൻ അപ്പൊ നമുക്ക് ആരെയാണ്? ആൽക്കൈൽ ഹാലൈഡ്, പ്രിപ്പയർഡ് ബൈ ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും ആൽക്കഹോളിനെ നമുക്ക് ഉണ്ടാക്കാം. ആൽക്കഹോളിന്റെ പ്രസൻസിൽ നമുക്ക് ആൽക്കൈൽ എന്താണ് ലൈക്ക് ഇപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു എക്സാമ്പിൾ, ആൽക്കൈൽ ഹാലൈഡ്. ഒരു ആൽക്കൈൽ വേണം. ആൽക്കൈൽ CH3 ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഐഡിൻ, ബ്രോമിൻ, ക്ലോറിൻ ഏത് വേണേലും. അപ്പൊ ഇവിടെ നമുക്ക് എടുത്തേക്കുന്ന ബ്രോമിന HBr പ്ലസ് KOH എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ആണ്. അത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? ഒരു CH3OH പ്ലസ് ബാക്കി എന്താ ഉള്ളത്? KBr. ഇത് വേറെ C2H6Br ഈഥേൻ പ്ലസ് KOH ആണെങ്കിൽ എന്താ? സെയിം തന്നെ, C2H6OH പ്ലസ് KBr. ഇങ്ങനെ തന്നെ. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പ് എത്ര ആൾ വന്നാലും ഒരേ ആൽക്കഹോൾ വെച്ച് റിയാക്ട് ചെയ്താലും നമുക്ക് ഒരേ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും കിട്ടാൻ. ഒരേ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന്റെ എണ്ണം മാത്രം വേരി ചെയ്യുന്നു, പക്ഷെ ആൽക്കഹോൾ ഗ്രൂപ്പും അതിനോടൊപ്പം ഒരു KBr തന്നെ കിട്ടുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ദെൻ എക്സാമ്പിൾ ഓഫ് ഹോമോലോഗസ് സീരീസ് നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ആൽക്കീൻ, ആൽക്കൈൻ അതിൻ്റെയൊക്കെ പുറത്താണ്. പിന്നെ ആൽക്കഹോൾ ഗ്രൂപ്പ് വെച്ച് ഓരോ ഗ്രൂപ്പിൽ ആൽക്കഹോൾ ആഡ് ചെയ്ത കണ്ടോ, OH ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന അല്ലാതെ വേറെ ഒരു മാറ്റവും അതിൽ വരാൻ പോകുന്നില്ല. മനസ്സിലായോ പറഞ്ഞേ? അങ്ങനെ ആഡ് ചെയ്തുള്ള ഒരു സ്ട്രക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്നിഫിക്കൻസ് ഓഫ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ക്യാരക്ടർ പഠിക്കണം, സിഗ്നിഫിക്കൻസ് പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ? നേച്ചർ ഓഫ് എനി മെമ്പർ ഓഫ് ദാറ്റ് ഫാമിലി ഓഫ് ദ കോമ്പൗണ്ട്സ് ക്യാൻ ബി asserted if the properties of the first few members of that series are known. നേച്ചർ, അതായത് ഒരിപ്പം ഞാൻ പറയാം, ഈഥൈൻ തൊട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ഈഥൈൻ തൊട്ട് ബ്യൂട്ടൈൻ വരെ നമ്മൾ എടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയും പേരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ സീരീസിലുള്ളവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. It helps to predict the properties of even those members of the series that yet to be prepared. അതായത് ആദ്യത്തെ കുറച്ചു പേരെ കാണുമ്പോൾ തന്നെ അവരുടെ സീരീസിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബ്യൂട്ടൈൻ കഴിഞ്ഞുള്ള ബ്യൂട്ടൈൻ, പെൻഡെയിൻ അല്ലേ, പെൻഡെയിൻ തൊട്ട് അങ്ങോട്ടുള്ള നമുക്ക് സ്വന്തമായി തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? CH2 ആണ്. എങ്കിൽ ബ്യൂട്ടൈൻ കഴിഞ്ഞ് വരാൻ പോകുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? ബ്യൂട്ടൈൻ പ്ലസ് CH2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന പെൻഡെയിൻ ആണ്. നമുക്ക് തന്നെ ഊഹിച്ചെഴുതാം, അത് കറക്റ്റും ആയിരിക്കും. ദെൻ തേർഡ് വൺ, നോളജ് ഓഫ് ഹോമോലോഗസ് സീരീസ് ഈസ് യൂസ്ഫുൾ ഫോർ ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഓർഗാനിക് കെമിസ്ട്രി സിൻസ് ഇറ്റ് സേവ്സ് ദ ലേണിംഗ് ടൈം. നോളജ് ഓഫ് ഹോമോലോഗസ് series is useful for the
സിസ്റ്റമാറ്റിക് സ്റ്റഡി. ഈ ഹോമോലോഗസ് സീരീസിന് ഇത് മാത്രമല്ലാതെ ഹോമോലോഗസ് സീരീസിനെ കുറിച്ച് കൂടുതൽ അറിയുകയാണെങ്കിൽ ഹയർ ആയിട്ട് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പം നമുക്ക് അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഹയർ ക്ലാസ്സസുകളിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾ കെമിസ്ട്രിയാണ് എടുത്ത് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർഗാനിക് കോമ്പൗണ്ട്സുകളെയൊക്കെ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് സീറ്റ് 10 വരെ പഠിക്കാനേ ഉള്ളൂ. പക്ഷെ അത് സീറ്റ് 15 C16 ഒക്കെ വരെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലൊക്കെ പഠിക്കാനുണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ എത്തുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആണ്, നമുക്ക് എല്ലാം വരയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഫോർമുല മാത്രമേ എഴുതുകയുള്ളൂ. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്ക് അതിന് അതിൻ്റെ ലൈക്ക് പ്രോപ്പർട്ടീസ്, പെക്യുലാരിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഈ ഹോമോലോഗസ് സീരീസിന്റെ ഹെൽപ്പോടുകൂടി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഈ 3 സിഗ്നിഫിക്കൻസ് ഓഫ് ഹോമോലോഗസ് സീരീസ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. Then in an organic compound, the alkyl group determine mainly the physical properties, whereas the functional group is responsible for the chemical properties for the reactivity of the compound. അതായത് ഓർഗാനിക് കോമ്പൗണ്ടിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് മെയിൻ ഇത് കൊടുക്കുന്ന പോലെ തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പിന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ് അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ലൈക്ക് ഓർഗാനിക് കോമ്പൗണ്ടിൽ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആള് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്സുകാരാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് നോട്ട് ചെയ്ത് വെക്കണം. കേട്ടോ പറഞ്ഞേ. പിന്നെ അടുത്ത് നോമൻക്ലേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോമൻക്ലേച്ചർ നിങ്ങൾക്ക് എഴുതാനായിട്ട് നിങ്ങളോട് ചോദിക്കും.